സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിച്ചതായ ഭാഗത്തിൽ കാണാം. 1-ാം വാക്യം, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നാം എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമാണ്. ലോകത്തിൻ്റെ പിതാവ് ആരാണെങ്കിലും നമുക്കെല്ലാവർക്കുമായ പിതാവ് കർത്താവാണ്. അവൻ്റെ മക്കളായി അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് അവൻ്റെ നാമത്തെ ധരിച്ചിരിക്കുന്ന നാം എല്ലാവരും, അവൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്നതായ നാം എല്ലാവരും തന്നെ സ്നേഹമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് ഓരോരുത്തരോടും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഒരാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം തിരിച്ചറിയും. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഡയലോഗുകൾ അല്ല. മനുഷ്യർക്കിന്ന് സ്നേഹമെന്ന് പറഞ്ഞാൽ ചില വാക്കുകളാണ്, ചില മധുര വാക്കുകളാണ്. ഐ ലവ് യു, ഐ ലൈക്ക് യു, ഐ കിസ് യു, ഐ വാണ്ട് യു. എന്താണ്? എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വാക്കുകളാണ്. അവർ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. എന്നാൽ മനസ്സിന് ഉള്ളിൽ സ്നേഹം കാണില്ല. മറ്റുള്ളവരെ കരുതുന്നതാണ് സ്നേഹം. നിന്റെ ആവശ്യങ്ങൾ നീ നേടിയെടുക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. നിന്നെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് സ്നേഹം. നിന്റെ നന്മയെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് നീ ചിന്തിക്കുന്നതാണ് സ്നേഹം. നിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് നീ വേദനിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് വേദനിക്കുന്നതാണ് സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുന്നതാണ് സ്നേഹം. ഈ ആശകൾ എത്ര പേർക്കുണ്ട്? ഇത് ഭവനത്തിലാകട്ടെ, അല്ലെങ്കിൽ സഭയിൽ ആകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ആകട്ടെ, എത്ര ആളുകൾ ഇങ്ങനെയുള്ള സ്നേഹത്തോടു കൂടി ജീവിക്കുന്നുണ്ട്? പലപ്പോഴും ഒരു മാതാവിൽ മാത്രമേ ഈ സ്നേഹം കാണുവാൻ കഴിയുകയുള്ളൂ. ഒരു അമ്മയെപ്പോഴും തന്നെക്കാൾ ഉപരിയായി തൻ്റെ മക്കളെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. വാർദ്ധക്യത്തിലാകുന്ന സമയത്തും എൻ്റെ കാര്യം എന്താവും, എന്നെ ആരും നോക്കും എന്നൊന്നും അവർ ചിന്തിക്കുകയില്ല. എൻ്റെ മക്കളുടെ സ്ഥിതി എന്താവും, അവരെ ആരും നോക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. വൃദ്ധരായ മാതാപിതാക്കൾ വന്ന് പറയാറുണ്ട്, കൊച്ചുമകന് കല്യാണം കഴിയുന്നില്ല, നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? അവരുടെ മാതാപിതാക്കളുണ്ടല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. കൊച്ചുമകന് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, നാളെയോ മറ്റന്നാളോ എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. അതാണ് സ്നേഹം. ഈ കാലത്ത് അങ്ങനെയുള്ളതായ സ്നേഹമില്ല. അത് ഒരു അമ്മയിൽ മാത്രമേ കാണുവാൻ കഴിയൂ. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. യേശുക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ അത് നോക്കുക, നിന്റെ ഭവനക്കാരെ നീ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം അത് ഒരു വിഭാഗത്തിലുള്ളതാണ്. അത് സ്നേഹത്തിൻ്റെ ആരംഭം മാത്രമാണ്. നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ, അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ആരംഭിക്കുന്നത്. നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? റോഡിലൊരു ഭിക്ഷക്കാരൻ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ റെയിൻകോട്ട് അവനെ ധരിപ്പിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഭവനത്തിൽ ചെന്നിട്ട് ഒരു പുതപ്പെടുത്തുകൊണ്ട് കൊടുക്കാമോ? അല്ലെങ്കിൽ അവന് കുറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുക്കാമോ എന്ന് ചിന്തിക്കുന്നത്, അതാണ് സ്നേഹം. അതാകുന്നു ദൈവത്തിൻ്റെ സ്നേഹം. അത് സ്നേഹമാണ്. അത് സ്ഥിരമായി നിലനിൽക്കുന്നതായിരിക്കണം. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ സ്നേഹം
ഇടയ്ക്ക് എവിടെയുമില്ലാത്തതായ വലിയ സ്നേഹമാണ് അവർ കാണിക്കുന്നത്. ജന്മദിനത്തിന് മാത്രം വലിയ സ്നേഹം കാണിച്ച് കേക്കൊക്കെ കൊണ്ട് കഴിപ്പിക്കും. ജന്മദിനം മാത്രം സ്നേഹം കാണിക്കുന്നു. ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോൾ മാത്രം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിനക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം നിലനിൽക്കുന്നതായിരിക്കണം. അത് സ്റ്റേബിളായിട്ടുള്ള സ്നേഹം ആയിരിക്കണം. എപ്പോഴും ഒരുപോലെയായിരിക്കണം. എപ്പോഴും ഒരേ രീതിയിലായിരിക്കണം. നിന്നെ അനുസരിക്കുമ്പോൾ ഒരു സ്നേഹം, അനുസരിക്കാതിരിക്കുമ്പോൾ മറ്റൊരു സ്നേഹം. അതല്ല യഥാർത്ഥമായിട്ടുള്ള സ്നേഹം. നിനക്ക് പ്രയോജനമുള്ളവരെ ഒരു രീതിയിൽ കാണുന്നു, പ്രയോജനമില്ലാത്തവരെ മറ്റൊരു രീതിയിൽ കാണുന്നു. അതല്ല യഥാർത്ഥ സ്നേഹം. ഇന്ന് ലോകത്തിൽ ഈ സ്നേഹമാണ് കാണുന്നത്. എൻ്റെ പാർട്ടിയിൽ ആണെങ്കിൽ അവന് എന്തും കൊടുക്കാൻ തയ്യാറാകും. മറ്റേ പാർട്ടിയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കാൻ നോക്കും. ഇതാണ് ലോകത്തിൽ കാണുന്നത്. എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ഞാൻ അവനെ പുകഴ്ത്തും. എനിക്കെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവനെ ഞാൻ ചീത്ത വിളിക്കും. അതാണ് ലോകത്തിൽ കാണുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെയുള്ളതല്ല. യൂദാ ഇസ്കരിയോത്ത് അവനെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ സ്നേഹത്തിന് മാറ്റമുണ്ടായില്ല. പണം അപഹരിച്ചു കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയിട്ടും സ്നേഹത്തിന് മാറ്റമുണ്ടായില്ല. അവൻ പണം നോക്കുന്നില്ല. അതുപോലെ യൂദാ ഇസ്കരിയോത്ത് ചെയ്ത കാര്യം നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും യൂദാ ഇസ്കരിയോത്ത് രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ ആർ മൂലം അത് ഉണ്ടാകുന്നുവോ അവർക്ക് കഷ്ടം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്ന് വിടുവിക്കണം. അതുമാത്രം ചിന്തിച്ചാണ് കർത്താവ് ആലോചിച്ച് ഗത്സമനയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചത്. കർത്താവിനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുമ്പോഴും ദ്രോഹി നീ നശിച്ചു പോകട്ടെ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. ഈ ദിവസം നാം നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ സ്നേഹിതരുടെ ഇടയിൽ, നാം ജോലി ചെയ്യുന്ന ഇടത്ത്, നമ്മുടെ സഹപ്രവർത്തകരോട്, ക്ലാസ്മേറ്റ്സിനോട്, നമ്മുടെ റൂംമേറ്റ്സിനോട് നമ്മൾ പ്രശ്നമുണ്ടാകുമ്പോൾ നാം എന്താണ് പറയാറുള്ളത്? ചെറുപ്പകാലത്ത് നിന്നോട് എനിക്ക് കൂട്ടില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ നാം ചിന്തിച്ചാൽ, അങ്ങനെ ഏതു കാര്യത്തിനും പിണങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് നാം ജീവിക്കുന്നത്? വചനം പറയുന്നു, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ അതിഥി സൽക്കാരം മറക്കരുത്. ചിലർ വിചാരിക്കുന്നു ഇത് ആഹാരം കൊടുക്കുന്നതാണെന്ന്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുന്നത് മാത്രമല്ല, മറ്റുള്ള വ്യക്തി നിന്റെ അടുക്കൽ ഹോംലി ആയിട്ട് എന്ന് പറയുമ്പോൾ നിന്റെ അടുക്കൽ ഒരു പിണക്കവുമില്ലാതെ ഇരിക്കുന്നതാണ്. നിന്റെ അടുക്കൽ ഭയമില്ലാതെ ഇരിക്കുന്നതിന്, നിന്റെ അടുക്കൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാൻ, നിന്റെ അടുക്കൽ സൗഹൃദത്തോടെ ഇരിക്കാൻ. അതാണ് ആതിഥ്യം. സാധാരണ എല്ലാവർക്കും അമ്മയെയാണ് ഓർമ്മ വരുന്നത്. എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ആരോടാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? അമ്മയോടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? തെറ്റു ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നമ്മെ അമ്മ വെറുക്കുകയില്ല. അമ്മേ ഞാൻ തോറ്റുപോയി അന്ന് പറയും, സാരമില്ല നീ പാസ്സായിക്കൊള്ളും. അല്ലെങ്കിൽ നീ തോറ്റുപോയ എങ്കിൽ നീ ശരിയാവത്തില്ല, ഇറങ്ങിപ്പോയെന്ന് ചിലപ്പോൾ അപ്പം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ലോകക്കാർ പറഞ്ഞേക്കാം. എനിക്ക് ആദ്യമേ അറിയാം നീ ശരിയാവില്ല എന്ന്, നീ പാസ്സാകുകയില്ല എന്ന്. എന്നാൽ അമ്മ എന്തു പറയും? മകനെ സാരമില്ല എന്ന്. എന്തുകൊണ്ടാണ്? പോട്ടെ സാരമില്ല, അടുത്ത പ്രാവശ്യം പാസ്സാകുമെന്ന് പറയും. യേശുക്രിസ്തുവിന്റെ സ്നേഹം അതിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടിയാണ്. ആ സ്നേഹം പ്രാപിച്ച നാമും മറ്റുള്ളവരെ അതുപോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നു. ആതിഥ്യം കൊടുക്കണം. പണ്ടുകാലത്ത് വീട്ടിൽ വരുന്നവർക്ക് നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുമായിരുന്നു. കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വാതിൽക്കൽ നിന്ന് സംസാരിക്കുകയുള്ളൂ. എന്തിനാണ് വന്നതെന്ന് ചോദിക്കും. എന്തിനാണ് വന്നത് ചോദിക്കും, അല്ലാതെ അകത്തേക്ക് കയറി വരിക, അയ്യോ വിശന്നാണോ വന്നിരിക്കുന്നത്, കുറച്ച് വെള്ളം കുടിക്കൂ, അല്ല ആഹാരം കഴിക്കൂ എന്നൊന്നും പറയത്തില്ല. അകത്തേക്ക് കയറിയിരിക്കാൻ പോലും പറയാത്ത ആളുകളുണ്ട്. അത് ശരിയാണോ? ഈ വചനം ഞാൻ ഇപ്പോഴാണ് വായിക്കാനിടയായത്. അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. 3-ാം വാക്യം 2-ാം ഭാഗം, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവർ ആകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ അവരെയും ഓർത്തുകൊള്ളുവിൻ എന്ന് പറയുന്നു. ശരീരത്തിൽ എന്തെല്ലാം കഷ്ടത ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശരീരത്തിലുള്ള വേദന നിങ്ങൾക്കറിയാമല്ലോ. മറ്റുള്ള ഒരാൾ വേദന എന്ന് പറയുമ്പോൾ എങ്ങനെ അവനോട് പോയി ചാകൂ എന്ന് പറയാൻ കഴിയും?
വേദന എന്താണെന്ന് നീ അറിയുമ്പോൾ, മറ്റുള്ള ഒരു വ്യക്തി വന്നിട്ട് വേദന എന്ന് പറയുമ്പോൾ എങ്ങനെ നിനക്ക് പറയാൻ കഴിയും എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്? മറ്റൊരാൾ വന്നിട്ട് വിശക്കുന്നുവെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് എങ്ങനെ നീ പറയും? നിനക്കും വിശപ്പ് അറിയാവുന്നതല്ലേ? നീ വിശക്കുമ്പോൾ നീ എങ്ങനെയാണ് നിന്റെ വിശപ്പ് മാറ്റുന്നത്? നിനക്ക് വേദനയുണ്ടാകുമ്പോൾ നീ എങ്ങനെയാണ് ആ വേദനയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നത്? നിന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നിനക്ക് എത്രമാത്രം സങ്കടമുണ്ടാകും? മറ്റുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അതേ അവസ്ഥയിൽ കടന്നു വരുമ്പോൾ നിനക്ക് അവരെ ഓർത്ത് സങ്കടമുണ്ടാവുകയില്ലേ? നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾ റോഡിൽ കൂടി നടന്നു പോകുന്നതായ സമയത്ത് മഴയത്ത് നനഞ്ഞു കുളിച്ച് ഒരു വ്യക്തി വരികയാണെങ്കിൽ നനഞ്ഞ വസ്ത്രം ഉടുത്തുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലേ? എന്താണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? നോക്കിയെങ്കിലല്ലേ നമ്മൾ കാണുകയുള്ളൂ. എനിക്കെന്താണ് ആവശ്യം? നമ്മുടെ ബന്ധുക്കളല്ലല്ലോ, നമ്മുടെ സ്വന്തക്കാരല്ലല്ലോ, നമ്മുടെ ചർച്ചുകാർ അല്ലല്ലോ. ഇതാണ് സ്വഭാവം. ആ ശമരിയക്കാരൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്നതായ വ്യക്തി, അദ്ദേഹത്തിന്റെ യാത്രാമധ്യയിൽ കള്ളന്മാർ വന്ന് അദ്ദേഹത്തെ ഉപദ്രവിച്ച് ഇടുവാനിടയായി. കള്ളന്മാർ അദ്ദേഹത്തെ ഉപദ്രവിച്ച് അദ്ദേഹത്തിനെ മുറിപ്പെടുത്തിയിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനിടയായി. ആ സമയത്ത് അതുവഴി ഒരു പുരോഹിതൻ വരുവാനിടയായി. പുരോഹിതൻ വന്ന് നോക്കിയിട്ട് എന്താണ് ചെയ്തത്? അവിടെ നിന്നും മാറിപ്പോകുവാനിടയായി. ഇത് എൻ്റെ ജോലിയല്ല. എൻ്റെ പണി എന്താണ്? ദേവാലയത്തിൽ ആരെങ്കിലും യാഗം കഴിക്കാൻ വന്നാൽ അത് കൊണ്ടുപോയിട്ട് ദൈവസന്നിധിയിൽ കൊണ്ട് യാഗം കഴിക്കണം. അതാണ് എൻ്റെ പണി. ഇതെൻ്റെ പണിയല്ല. അവനെ നോക്കിയപ്പോൾ അതൊരു പുരോഹിതനല്ല, നമ്മുടെ സ്വന്തക്കാരല്ല, എനിക്ക് വേണ്ടപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞ് കടന്നു പോകാനിടയായി. അതിനുശേഷം ഒരു ലേവ്യൻ കടന്നു വന്നു. അവനും കാണുവാനിടയായി. എന്താണ് ചെയ്തത്? നടന്നുപോയി. ഇവനെ കൊണ്ടുപോയാൽ എനിക്കത് ലാഭമുണ്ടാകാനിടയാകും. ഇവന്റെ മുഖം കണ്ടാൽ അറിയാം, മൊത്തം മുറിപ്പെട്ട് കിടക്കുകയാണ്. എനിക്കൊരു 10 പൈസ പോലും തരാൻ കഴിയില്ല. അങ്ങനെ അവൻ സ്വാർത്ഥത വിചാരിച്ചിട്ട് കടന്നുപോയി. പിന്നീട് ശമരിയക്കാരൻ കടന്നു വന്നിട്ട് അവനോട് മനസ്സലിഞ്ഞ് അവന്റെ ശരീരത്തിലെ മുറിവുകളിലെല്ലാം മരുന്ന് വെച്ച് കെട്ടി അതിനുശേഷം കഴുതപ്പുറത്ത് കയറ്റി സത്രക്കാരന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കണം, കൂടുതൽ ചിലവായാൽ ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അതായത് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തെന്നാണ്. ആ കാലത്ത് സത്രത്തിൽ കൊണ്ടുപോയി ആളുകളെ പാർപ്പിക്കുക അന്നത്തെ പതിവായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഈ ഉപമ പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി. അതിഥി സൽക്കാരം മറക്കരുത്. ചോറ് കഴിച്ചതാണോ എന്ന് പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് അങ്ങനെയൊന്നും ചോദിക്കുകയില്ല. കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയാണുള്ളത്. ആഹാരം കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവരും വന്നിരിക്കുമോ എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് എപ്പോഴോ കഴിഞ്ഞു എന്ന് പറയും. എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. മറ്റുള്ളവരെ കണ്ട് മനസ്സലിയുന്നതായൊരു സ്വഭാവം ഇന്നില്ല. ചോദിക്കാതെ കൊടുക്കുന്നതാണ് സ്നേഹം. ചോദിച്ചാലും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, എന്നാൽ ഒരു സഹായം ചോദിക്കുമ്പോഴും ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് തന്നെ വേസ്റ്റായ കാര്യമാണ്. ഒരാൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുക. ഒരു രാജ്ഞി ഒരു ദിവസം വേഷം മാറിയിട്ട് തങ്ങളുടെ പ്രജകൾ എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടി ഓരോരോ ഭവനത്തിൽ പോകാനിടയായി. അവർ അങ്ങനെ യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന് മഴയുണ്ടായി. മഴയത്തിൽ നനഞ്ഞു കുളിക്കുവാനിടയായി. അവർ കുടയൊന്നും കരുതുകയുണ്ടായിരുന്നില്ല. ആ മഴയിൽ നനഞ്ഞു കുളിച്ചിട്ട് പെട്ടെന്ന് അടുത്തു കണ്ടതായ ഒരു കുടിലിൽ ചെന്ന് കയറുവാനായിട്ട് ഇടയായി. ആ കുടിലിൽ ഒരു വൃദ്ധയുണ്ടായിരുന്നു. ഇവർ രാജ്ഞിയാണെന്നറിയില്ലല്ലോ, ഇവരും പ്രായമുള്ള വ്യക്തിയാണ്. പെട്ടെന്ന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു ടവൽ കൊണ്ടുവന്നിട്ട് മുഷിഞ്ഞ ആ ടവൽ കൊണ്ട് തലയൊക്കെ തുവർത്തിക്കൊടുത്തു. അവരുടെ കയ്യിൽ ഒരു കുടയുണ്ടായിരുന്നു. ഒരു നല്ല കുടയും ഒരു ഒടിഞ്ഞ കുടയും ഉണ്ടായിരുന്നു. ഒന്ന് ഒടിഞ്ഞ കുടയായിരുന്നു. ഒരു നല്ല കുടയും അതുപോലെ തന്നെ ഒരു കീറിപ്പോയ കുടയും. നിങ്ങളാണെങ്കിൽ ഏത് കൊടുക്കും? ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ ഏതായിരിക്കും കൊടുക്കുന്നത്?
4 സഹോദരങ്ങൾ വന്നിട്ട് അവർക്ക് സാരി വാങ്ങിച്ചെടുത്തോളാൻ പറഞ്ഞാലും 4 പേരും ഒരു സാരി ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ എന്താണ്? നിങ്ങൾ എടുത്തോ, നിങ്ങൾ ആദ്യം എടുക്കുക, അതിനുശേഷം ഞാൻ എടുക്കാമെന്ന് പറയേണ്ടതാണ്. നിങ്ങൾ ആദ്യം കഴിക്കൂ, ബാക്കി വന്നാൽ ഞാൻ കഴിച്ചുകൊള്ളാം എന്ന് പറയുന്നതാണ് ക്രിസ്തു സ്നേഹം. ഈ വൃദ്ധ എന്ത് ചെയ്തു? ആ പാവം വഴിയെ വന്നൊരു വൃദ്ധയാണല്ലോ, ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു കുട അവർക്ക് കൊടുത്തയക്കുവാൻ ഇടയായി. 2-ാമത്തെ ദിവസം അവരുടെ കുടിലിന്റെ മുൻപിൽ വലിയൊരു രഥം വന്ന് നിന്നു. രഥത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിട്ട് അവർക്ക് സ്വർണ്ണപ്പിടിയുള്ള ഒരു കുട കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ്. അതുപോലെ വസ്ത്രങ്ങളും പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം അവർക്ക് കൊടുക്കുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. അവർ ചോദിച്ചു, ഇതെന്താകുന്നുവെന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ രാജ്ഞിക്ക് ആതിഥ്യം കൊടുത്തുവെന്ന് പറഞ്ഞു, വെള്ളം ചൂടാക്കി കൊടുത്തുവെന്ന്, നല്ല കഞ്ഞി കൊടുത്തുവെന്ന് പറയുന്നു, അതുപോലെ നിങ്ങൾ തല തുവർത്തി കൊടുത്തുവെന്ന്, ഈ സന്തോഷത്തോടെ ഇതെല്ലാം കൊടുത്തയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടവർ കരയാൻ ആരംഭിച്ചു. അയ്യോ, നിങ്ങൾ എന്താണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറയാം, അയ്യോ, റാണിയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ പഴയ കുട കൊടുക്കുമായിരുന്നില്ല. റാണിയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കഞ്ഞി കൊടുക്കുകയില്ലായിരുന്നു. പകരം ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന അരി വെച്ച് നല്ല ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അയ്യോ, ആ രാജ്ഞിയായിരുന്നോ ഇന്നലെ എൻ്റെ ഭവനത്തിൽ വന്നത് എന്ന് പറഞ്ഞവർ കരയുവാൻ ആരംഭിച്ചു. അതിഥി സൽക്കാരം മറക്കരുത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും അതിൻ്റെ ഒരു ഫലം ദൈവം നൽകും. ദൈവം അത് ഓർക്കുവാനിടയാകും. ഞാൻ വിശപ്പോടെയായിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. അങ്ങ് എപ്പോഴാണ് വിശപ്പോടെയായിരുന്നത്? ഈ ചെറിയവരിൽ ഒരുവന് കൊടുക്കുന്നത് എനിക്ക് നൽകുന്നതിന് തുല്യമാണ്. ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം നൽകിയില്ല. ഞാൻ കഷ്ടതയിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം നൽകി. വസ്ത്രമില്ലാതിരുന്നപ്പോൾ വസ്ത്രം നൽകി. നിങ്ങൾ വരിക, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഞങ്ങളിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഈ ചെറിയവരിൽ ഒരുവർ ചെയ്തിരിക്കുന്നതൊക്കെയും എനിക്ക് ചെയ്തിരിക്കുന്നതിന് തുല്യമാകുന്നുവെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾക്ക് പരിചയമില്ലാത്തവരാണെങ്കിലും, കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, അറിയാത്ത പരിചയമില്ലാത്തവരാണെങ്കിലും അവർക്ക് ചെയ്യുന്നതായിരിക്കണം. ഒരു ബന്ധവുമില്ലാത്തതായ വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെട്ടു വരും. ക്രിസ്തു നിങ്ങളിൽ കാണപ്പെടും. എബ്രായർ ലേഖനം 13-ാം അധ്യായം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നു അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നീ നാളെക്കുറിച്ച് എന്തിനാണ് വിചാരപ്പെടുന്നത്? ആവശ്യങ്ങളെ ഓർത്ത് എന്തിനാണ് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവൻ ഒരു ദിവസം വന്നു പോകുന്ന ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ളതെല്ലാം നമുക്ക് ചോദിച്ച് വയ്ക്കാമായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ വന്നു പോകുന്ന ദൈവമാണെങ്കിൽ വർഷത്തിൽ ആവശ്യമുള്ളതെല്ലാം ചോദിച്ച് നമുക്ക് വയ്ക്കാമായിരുന്നു. എന്താണ്? ഈ സമയത്ത് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ യാത്ര പോകുമ്പോൾ 3 ദിവസത്തിന് പോയാൽ 3 ദിവസത്തിന് ആവശ്യമുള്ള പണമായിരിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുത്തിട്ട് പോകുന്നത്. ഞാൻ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല. ആവശ്യം വരുമ്പോൾ ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. ആവശ്യമനുസരിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്താണ്? കർത്താവ് വർഷത്തിൽ ഒരിക്കലാണ് വരുന്നതെങ്കിൽ ഒരു വർഷത്തിന് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ കർത്താവിനോട് ചോദിച്ച് വാങ്ങിവെക്കുക. ഒരു 15 ഗ്യാസ് സിലിണ്ടർ, ഒരു 10 ചാക്ക് അരിയെ, അതുപോലെ നിൻ്റെ വീട്ടിൽ നിനക്ക് ആവശ്യമായിരിക്കുന്ന വീട്ടു സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, ആവശ്യമായതെല്ലാം നീ കർത്താവിനോട് ചോദിച്ചു വയ്ക്കുക. എന്താണ്? പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ കർത്താവ് വരികയുള്ളൂ. അതുകൊണ്ട് വാങ്ങിവെക്കുക. എനിക്ക് അരി വേണം, എനിക്ക് പച്ചക്കറി വേണം, എനിക്ക് ഗ്യാസ് വേണം. പിന്നെന്തൊക്കെയാണ്? എനിക്ക് പാചകം ചെയ്യാൻ വേണ്ടി എണ്ണ ആവശ്യമുണ്ട്, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം. എല്ലാം പാട്ടക്കണക്കിന് വാങ്ങി അവിടെ കയറിയിരുന്നു. ആകപ്പാടെ ചെറിയൊരു ഭവനമേ ഉള്ളൂ. നിന്റെ വീട്ടിൽ ഈ സാധനമെല്ലാം വാങ്ങി നിറച്ചാൽ പിന്നെ നീ എവിടെയാണ് ഇരിക്കുന്നത്? ചില ഭവനങ്ങളിൽ ചെന്നാൽ ചിലർ 1 മാസത്തേനുള്ള സാധനമാണ് വാങ്ങുന്നത്. എന്നാൽ ചില വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു തട്ട് നിറയെ സോപ്പാണ്, ഒരു തട്ട് നിറയെ എണ്ണ പാക്കറ്റ്, അതുപോലെ മറ്റ് സാധനങ്ങളെല്ലാം തന്നെ. എന്താണ്? മാസത്തിൽ 1 പ്രാവശ്യമേ ഞങ്ങൾ വാങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് തീർന്നു പോകാൻ ഇടയാകും. ഒരു സോപ്പ് കഴിയുമ്പോൾ അടുത്ത സോപ്പ് ഞങ്ങൾ എടുക്കും. അതുപോലെ പേസ്റ്റ്, ഒരു പേസ്റ്റ് തീരുമ്പോൾ അടുത്ത പേസ്റ്റ് തീരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ എടുക്കും. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതുപോലെ സോപ്പ് പൊടി ശരിക്കും ഞങ്ങൾ ഉപയോഗിക്കും. വസ്ത്രം കഴുകിയാൽ പോലും അത് സോപ്പ് ഇളകിപ്പോവുകയില്ല. എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ആവശ്യത്തിന് സാധനങ്ങളുണ്ട്. ഇപ്പോൾ
എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് പലരും. അങ്ങനെ ആഡംബരം കാണിച്ച് ഉപയോഗിക്കുവാൻ പാടില്ല. ചിലർക്ക് എത്ര കൊടുത്താലും അവസാനം തൃപ്തിയില്ലെന്നാണ്. നിന്നെ ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ദൈവം നിനക്ക് ആവശ്യമുള്ളത് എപ്പോഴാവശ്യമുണ്ടോ അപ്പോൾ തന്നെ നൽകാനിടയാകും. അവനെപ്പോഴും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് അവൻ പറയും, യേസ് മകനെ, എനിക്കറിയാം നിനക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നിനക്ക് പണം വേണമെന്ന്, നിനക്കൊരു വീട് വേണമെന്ന് എനിക്ക് അറിയാം. അറിയില്ലേ? നിന്നെ സൃഷ്ടിച്ചതായ ദൈവത്തിന് അറിയില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ മേന്ന് പറഞ്ഞ് കരയുമ്പോൾ എന്തിനാണ് കരയുന്നതെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അടിക്കുമോ ഏതെങ്കിലും ഒരു മാതാവ്? അടിക്കുമോ? ഇപ്പോഴാണല്ലോ പാല് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഡയപ്പർ ഉയർത്തി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുഞ്ഞ് മൂത്രവിസർജനം ചെയ്തിരിക്കുന്നു, അങ്ങനെ അത് നനഞ്ഞു, അതുകൊണ്ടാണ് ആ കുഞ്ഞ് കരഞ്ഞത്. അവർ മനസ്സിലാക്കും. അല്ലെങ്കിൽ ആ കുഞ്ഞിന് നന്നായിട്ട് തണുക്കുന്നുണ്ടാവാം, ആ അമ്മ അത് മനസ്സിലാക്കും. അല്ലെങ്കിൽ ആ കുഞ്ഞിന് ശ്വാസം കിട്ടാതിരിക്കുമ്പോൾ അയ്യോ കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല എന്ന് അവർ മനസ്സിലാക്കും. ഒരു മാതാവും പിതാവും അത്രമാത്രം ശ്രദ്ധിച്ച് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ സൃഷ്ടിച്ച സ്വർഗീയ പിതാവിന് നിനക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ, നിനക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, നിനക്ക് എന്തെങ്കിലും വേദനയുണ്ടോ ഇല്ലയോ, നീ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ, നിന്റെ ആവശ്യങ്ങളെല്ലാം അവൻ അറിയുകയില്ലേ? നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവിന് നിന്നെക്കുറിച്ച് സകലതും അറിയാം. നിന്നെ കൈവിടാത്ത, നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന് നിന്റെ സകല കാര്യങ്ങളും അറിയാം. എപ്പോൾ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം, എപ്പോൾ നിനക്ക് പണം അടയ്ക്കണം, എപ്പോൾ നിന്റെ കാര്യങ്ങൾ ചെയ്യണം. നീ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് അപേക്ഷിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ, പണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വേല ചെയ്യുക, അത് യഥാർത്ഥമായ വേലയല്ല. സ്നേഹത്തോടുകൂടി ദൈവവേല ചെയ്യണം. പണത്തിനു വേണ്ടിയല്ല മനുഷ്യരെ സ്നേഹിക്കേണ്ടത്, അതെല്ലാം സ്നേഹത്തോടുകൂടി ചെയ്യുന്നതായിരിക്കണം. പണത്തിനു വേണ്ടി വേല ചെയ്താൽ നീ ജീവിതത്തിൽ വീണുപോയിരിക്കുന്നു എന്നാണ് അർത്ഥം. പണത്തിനു വേണ്ടി മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നെപ്പോലെ നീചൻ മറ്റാരുമില്ല എന്നാണ്. ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ നീ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നതായ സേവയ്ക്ക് ദൈവം ഒരിക്കലും നിന്നെ സഹായിക്കാതെ മാറിയിരിക്കുകയില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഓരോരോ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും യാത്ര ചെയ്തല്ലോ, ഇത്രയും ദൈവവേല ചെയ്തല്ലോ, ഇത്രയും ഞാൻ പ്രസംഗം ചെയ്തല്ലോ, ഉച്ചയ്ക്ക് ഞാൻ ആഹാരം പോലും കഴിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ദൈവവേല കഴിഞ്ഞിട്ട് വൈകുന്നേരം അല്പം ചോറ് മാത്രമാണ് കഴിച്ചത്, ഇത്രയും ചെയ്തിട്ട് എന്ത് ലാഭമാണ് ഉണ്ടായത്? 1,00,000 രൂപ എനിക്ക് ലാഭം വന്നോ? അല്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിലും 50 രൂപയെങ്കിലും എനിക്ക് ലാഭമുണ്ടായോ? ഒരു 10,000 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞോ എന്ന് ഞാൻ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരേ ഒരു മറുപടിയാണ്, ഞാൻ ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയാണ്. ദൈവം 100 ഇരട്ടി എനിക്ക് ഇതിന് പ്രതിഫലം നൽകാനിടയാകും. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റേ എവിടുന്നെങ്കിലും കിട്ടും. ചില സമയത്ത് ചില സ്ഥലത്ത് പോയാൽ 1 രൂപ പോലും കിട്ടില്ല, എന്നാൽ മറ്റാരെങ്കിലും എനിക്ക് പണം നൽകാനിടയാകും. അറിയാത്ത വ്യക്തികൾ വന്ന് സഹായിക്കാനിടയാകും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു വ്യക്തിയുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞ് ആ വ്യക്തിയെ തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നാൽ അതൊരിക്കലും വിശ്വാസമാകില്ല. കൈവിടാത്തതായ ദൈവമുണ്ട്. ചെന്നൈയിൽ നിന്ന് അവനെ വിളിച്ചാൽ അവൻ ചെന്നൈയിൽ നിന്ന് വിളി കേൾക്കും, വിജയവാഡയിൽ നിന്ന് വിളിച്ചാൽ അവിടെ നിന്ന് വിളി കേൾക്കും, അമേരിക്കയിൽ നിന്ന് വിളിച്ചാൽ അവിടെ നിന്ന് കേൾക്കും, ഹൈദരാബാദിൽ നിന്ന് വിളിച്ചാൽ അവിടെ നിന്ന് അവൻ മറുപടി നൽകും. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ദൈവം, എവിടെ നിന്ന് അപേക്ഷിച്ചാലും നിന്റെ ആവശ്യങ്ങൾ നൽകുന്ന ദൈവം. ആരെ ഉപയോഗിക്കുന്നു എന്നത് ദൈവത്തിന് വിഷയമല്ല, ആരാണ് നൽകിയത് എന്നതല്ല പ്രധാനം. നൽകിയത് ദൈവമാണ്, ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യർക്ക് അങ്ങനെയുള്ള വിശ്വാസമില്ല. എൻ്റെ ദൈവം എനിക്ക് കൂടെയുണ്ട്. വീണ്ടും വായിക്കുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നു അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഒരു നിമിഷം പോലും അവൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. എന്താണ് വായിക്കുക? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്നു നമുക്ക് ധൈര്യത്തോടു കൂടി പറയാം. എല്ലാവരും ഒരുമിച്ചത് പറയുക, കർത്താവ് എന്നെ സഹായിക്കും, ഞാൻ പേടിക്കുകയില്ല. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വായി തുറന്ന് കർത്താവിനോട് ചോദിക്കുക, എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്? എന്നിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? എന്നെ എന്തിനാണ് നീ വീണ്ടെടുത്തത്? എന്നെ എന്തിനാണ് നീ രക്ഷിച്ചെടുത്തത്? എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് കർത്താവിനോട് ചോദിക്കുക. കർത്താവ് നിനക്ക് മറുപടി നൽകും. എന്നെ എന്തിനാണ് ജനിപ്പിച്ചത്? എന്നെ എന്തിനാണ് വീണ്ടെടുത്തത്? എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത്?
എന്ന് കർത്താവിനോട് നിങ്ങൾ ചോദിക്കുക. എന്നെക്കുറിച്ചുള്ളതായ നിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ചോദിച്ചു മനസ്സിലാക്കാം. ആ കർത്താവിനോട് ചോദിക്കാം. അവന് നമ്മെക്കുറിച്ച് അറിയാം. അവന് നമ്മുടെ മനസ്സറിയാം. അവന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. നമ്മുടെ വാക്കുകൾ അതരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ നിന്റെ ഹൃദയത്തിൻ്റെ ആലോചനകൾ അവൻ അറിയുന്നു. നിന്നെ സഹായിക്കുന്നവൻ അവനാണ്. അവനാകുന്നു എൻ്റെ സഹായകൻ. ഞാൻ വീഴുമ്പോൾ അവൻ കരം പിടിച്ചുയർത്തും. ഞാൻ കരയുമ്പോൾ അവൻ എൻ്റെ കണ്ണുനീർ തുടയ്ക്കും. ഞാൻ നിസ്സഹായനായിരിക്കുമ്പോൾ എന്നെ സഹായിക്കും. ഞാൻ വിശന്നിരിക്കുകയാണെങ്കിൽ അവൻ എൻ്റെ വിശപ്പ് മാറ്റും. ഞാൻ ആവശ്യത്തിലിരിക്കുകയാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങളെ അവൻ മാറ്റും. എന്നെ സഹായിക്കുന്ന കർത്താവാണവൻ. സ്വപുത്രനോടൊപ്പം സകലതും എനിക്ക് വേണ്ടി അവൻ നൽകിയിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. പ്രാർത്ഥന. നീയാകുന്നു എൻ്റെ പ്രാണനാഥൻ. നീയാകുന്നു എൻ്റെ വിമോചകൻ. നീയാകുന്നു എന്നെ രക്ഷിച്ചവൻ. നിന്നിൽ മാത്രം ഞാൻ ആശ്രയം വെച്ചിരിക്കുകയാണ്. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ലല്ലോ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ലെന്ന് നീ പറയുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അതനുഭവിക്കുവാൻ സഹായിക്കണമേ. സംതൃപ്തിയുള്ളതായ ഒരു ഭക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. നീ നൽകിയതിനെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുവാൻ, സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകവിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ ഇടവരുത്താതെ, ഈ ലോകത്തിലുള്ളതായ ഭാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരുത്താതെ, ഈ ലോകത്തിലെ വ്യാപാരത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ വിചാരങ്ങളെക്കുറിച്ച്, ദ്രവ്യമോഹത്തിൽപ്പെട്ട് നശിച്ചു പോകാൻ ഇടവരുത്താതെ കർത്താവേ, നീ നൽകുന്ന നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും നിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. സഹോദരപ്രീതി നിലനിർത്തുവാനും അതിഥി സൽക്കാരം മറന്നു പോകാതിരിക്കുവാനും, ഞങ്ങളും ശരീരത്തിലിരിക്കുന്നവരായതുകൊണ്ട് ശരീരത്തിലിരിക്കുന്നവരുടെ കഷ്ടതകൾ മനസ്സിലാക്കുവാനും ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ അപ്പാ. സംതൃപ്തിയുള്ളവരായിട്ട് ധനമോഹം വിട്ടിട്ട് കർത്താവ് എൻ്റെ സഹായകനാകുന്നു, മനുഷ്യർ എനിക്ക് സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചുറ്റും നീ കർത്താവേ വേലികെട്ടുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ ചെയ്യുമാറാകണമേ. നിന്റെ വിശാലമായ ചെറുകിൻ്റെ മറവിൽ ഞങ്ങളെ നീ മറയ്ക്കുമാറാകണമേ. ലോകമാലിന്യങ്ങൾ ഞങ്ങളെ തൊടാതെ ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കുവാൻ, വിശ്വാസ ജീവിതമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ